السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. പ്രിയമുള്ള സഹോദരന്മാരെ, സമസ്ത എന്തിന് എന്നുള്ള വിഷയം ആസ്പദമാക്കി നാം അതിൻ്റെ കഴിഞ്ഞുപോയ ചില ചരിത്രങ്ങളും യാഥാർത്ഥ്യങ്ങളും നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. ഹക്ക് മനസ്സിലാക്കി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. നിങ്ങളും ദുആ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. സമസ്ത എന്തിന് എന്നാണ് നമ്മുടെ വിഷയം. കുറേ ദിവസത്തെ ക്ലാസ് കൊണ്ട് എന്താണ് സമസ്ത എന്ന് പലർക്കും മനസ്സിലായിട്ടുണ്ടായിരിക്കും. സമസ്ത ഒരു 4 അക്ഷരമാണ്. പക്ഷേ അത് ഉൾക്കൊള്ളുന്നത് ഒരു ലോകം മുഴുവനുമാണ്. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും അതിൻ്റെ ആശയം ഉൾക്കൊള്ളുന്നുണ്ട്. അതുകൊണ്ടാണ് അത് വലിയ പ്രസ്ഥാനം എന്ന് പറയുന്നത്. ഈ സമസ്ത രൂപീകരണം നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഉണ്ടായിട്ടില്ലായിരുന്നുവെങ്കിൽ, കേരളക്കരയിലാണല്ലോ സമസ്ത രൂപീകരിച്ചത്, അത് ഇന്ത്യയുടെ മറ്റൊരു സ്റ്റേറ്റിലും അത് രൂപീകരിച്ചിട്ടില്ല, കേരളത്തിലാണ് അത് രൂപീകരിച്ചത്. കേരളത്തിൽ എന്നാൽ തന്നെ അന്ന് മലബാറിൽ എന്ന് പറയാം. അന്ന് കേരളം എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റില്ല സമസ്ത രൂപീകരിക്കുന്ന അന്ന്. അത് കേരളം വരുന്നത് പിന്നെയും ഒരു 10-30 കൊല്ലം കഴിഞ്ഞതിന് ശേഷമാണ്. അപ്പോൾ കേരളം എന്ന് ഇപ്പോൾ പറയാമെങ്കിലും മലബാറിലായിരുന്നു. അത് തന്നെ പ്രത്യേകിച്ച് കോഴിക്കോട്, മലപ്പുറം, കാസർഗോഡ്, കണ്ണൂർ, വയനാട് തുടങ്ങിയ ഈ പ്രദേശങ്ങൾ ഉൾക്കൊണ്ടായിരുന്നു അതിൻ്റെ പ്രവർത്തനം അന്ന് കുറച്ചൊക്കെ ഉണ്ടായിരുന്നത്. അതാണിപ്പോൾ വ്യാപിച്ച് കേരളം മുഴുവനും അതിശക്തമായ രൂപത്തിലും. കേരളത്തിന് പുറത്ത് മറ്റ് ചില സ്റ്റേറ്റുകളിൽ, ഏതാനും സ്റ്റേറ്റുകളിൽ, കുറഞ്ഞ സ്റ്റേറ്റുകളിലെ പ്രവർത്തനം വളരെ മന്ദീഭവിച്ചിട്ടുള്ളൂ. സ്റ്റേറ്റുകളിൽ ഊർജിതമായിട്ടും ഇന്ത്യക്ക് പുറത്തും പല രാജ്യങ്ങളിൽ ഇതിൻ്റെ പ്രവർത്തനം സജീവമായിട്ടും നടക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് സമസ്ത എന്ന ഒരു സംഘടന അത് രൂപീകൃതമായത് ബ്രിട്ടീഷ് ഇന്ത്യയിൽ മലബാറിൻ്റെ തലസ്ഥാനമാകുന്ന കോഴിക്കോടാണെങ്കിലും അതിന്ന് വളർന്ന് പന്തലിച്ച് വടവൃക്ഷമായി ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും അതിൻ്റെ തണൽ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ സമസ്ത എന്നുള്ളത് അനിവാര്യമായ ഒരു സംഘടനയായിരുന്നു. അതില്ലായിരുന്നുവെങ്കിൽ ഇന്ന് ദീനിൻ്റെ പല കാര്യങ്ങളും ശക്തമായ മറക്കുള്ളിലായിരുന്നു, ഇരുട്ടത്തായിരുന്നു. ഒരിക്കലും അത് വെളിച്ചം കാണുമായിരുന്നില്ല. ഇത്രയൊക്കെ സജീവമായി നമ്മുടെ നാട്ടിൽ പ്രവർത്തിച്ചിട്ടും പരിശുദ്ധമായിരിക്കുന്ന ഈ പ്രസ്ഥാനത്തെ ഇല്ലായ്മ ചെയ്യാൻ ഇതിൻ്റെ തുടക്കം എന്നു മുതലോ, അഥവാ 90 വർഷം മുമ്പാണ് തുടങ്ങിയതെങ്കിൽ ആ 90 കൊല്ലത്തെ പഴക്കം ഇതിനെ നശിപ്പിക്കാനും ഉണ്ട്. അത് ആദ്യത്തെ 10 കൊല്ലം വളരെ ചെറിയ രൂപത്തിൽ, പിന്നത്തെ 10 കൊല്ലം അതിനേക്കാൾ കുറച്ചുകൂടി, ഏകദേശം ഒരു 40-45 വർഷമായി അതിശക്തമായ രൂപത്തിൽ 975 മുതൽ ഈ പ്രസ്ഥാനത്തെ നശിപ്പിക്കുവാൻ മാത്രം ദിവസങ്ങളോളം ഉറക്കമൊഴിഞ്ഞ് ആലോചനകൾ നടത്തി തല പുകഞ്ഞ് എന്തൊക്കെയോ ആയ കക്ഷികളും നേതാക്കളും ആളുകളും നമ്മുടെ രാജ്യത്ത് ഉണ്ട്. കുറേ ആളുകൾ മരണപ്പെട്ടു പോവുകയും ചെയ്തിട്ടുണ്ട്. എല്ലാവരെയും ഉറക്കം കെടുത്തുന്ന ഒരു സംഘടനയായിരുന്നു സമസ്ത. ഏത് നിലയ്ക്ക് ഏതെങ്കിലും തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നവരെ കൊണ്ട് ചിലർക്ക് ഉറക്കം കെടലുണ്ട്. കാശ്മീർ പോലെയുള്ള സ്ഥലങ്ങളിലൊന്നും ആളുകൾക്ക് സ്വസ്ഥമായി ഉറങ്ങാൻ കഴിയുന്നില്ല. അതുപോലെ നമ്മുടെ രാജ്യത്തിൻ്റെ പുറത്തു പോയാൽ ഇറാഖ്, ഇറാന്, ലബനാന്, സിറിയ, ഈജിപ്ത്, ഇങ്ങനെ ഒരുപാട് രാജ്യങ്ങൾ എണ്ണിയാൽ അവിടെയൊന്നും സ്വസ്ഥമായി ആർക്കും ഉറങ്ങാൻ കഴിയുന്നില്ല. എന്തേ കാരണം?
അവിടെയുള്ള തീവ്രവാദികൾ ഏത് സമയത്ത് ആക്രമിക്കുമോ, അവരെ നേരിടുന്നവർ അവരെ നേരിടാൻ വേണ്ടി എപ്പോൾ ശല്ലാക്രമണം നടത്തുമോ, മിസൈൽ ആക്രമണം നടത്തുമോ എന്ന ചിന്തയിലാണ് ആ നാട്ടിലുള്ള എല്ലാ ജനങ്ങളും. അപ്പോൾ അവിടെയുള്ള സാധാരണക്കാർക്ക് വേണ്ടതുപോലെ സ്വസ്ഥമായി ഉറങ്ങാൻ കഴിയുന്നില്ല. എങ്കിൽ ഇവിടെയുള്ള ദീനീ വിരോധികളുടെ ഉറക്കം കെടുത്തി സമസ്ത, അത് അവരെ പോയി കുത്തി നോവിപ്പിച്ചിട്ടല്ല, അവരെ വീടുകളിലേക്ക് ഗുണ്ടെറിഞ്ഞിട്ടല്ല, അവിടെ ചെന്ന് പടക്കം പൊട്ടിച്ചിട്ടല്ല, അവരെ വീട്ടിന് മുന്നിൽ ആഭാസകരമായ മുദ്രാവാക്യം വിളിച്ച് ശല്യമുണ്ടാക്കിയിട്ടല്ല, ഏതെങ്കിലും പത്രത്തിൻ്റെ താളുകളിലോ മാസികയുടെ പേജുകളിലോ അവരെക്കുറിച്ച് ആവശ്യമില്ലാത്തത് എഴുതി പ്രചരിപ്പിച്ചുകൊണ്ടല്ല. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാ അന അലൈഹി വഅസ്ഹാബി, ഞാനും എൻ്റെ സ്വഹാബത്തും ഏത് രൂപത്തിൽ ഇവിടെ ജീവിച്ചോ നിങ്ങൾക്ക് ജീവിച്ച് കാണിച്ചു തന്നോ ആ രൂപത്തിൽ ജീവിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവരാണ് യഥാർത്ഥ മുസ്ലിമീങ്ങൾ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോൾ ആ പ്രഖ്യാപനം മുഖവിലക്കെടുത്തുകൊണ്ട് എന്ത് പ്രയാസങ്ങളുണ്ടായാലും തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ പ്രഖ്യാപനം ഞങ്ങൾ മുഖവിലക്കെടുത്ത് അതിവിടെ പ്രാവർത്തികമാക്കുമെന്ന് ഒരു പറ്റം ആലിമീങ്ങളും ആ ആലിമീങ്ങൾ അംഗീകരിക്കുന്ന ജനലക്ഷങ്ങളും ഇവിടെ ദൃഢനിശ്ചയത്തോടുകൂടി അംഗീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചപ്പോൾ ഇവിടെയുള്ള സമുദായ ദ്രോഹികളുടെ ഉറക്കം കെടാൻ തുടങ്ങി. അവരുടെ ഈ കുതന്ത്രങ്ങൾ, ജുഗുപ്സാവഹമായിരിക്കുന്ന തീരുമാനങ്ങൾ, പദ്ധതികൾ ജനങ്ങൾ കൈവിട്ടു പോകാൻ തുടങ്ങി. ജനങ്ങൾ കൈവിട്ടു പോകാൻ തുടങ്ങി. അതുകൊണ്ടാണല്ലോ ഏകദേശം 50 കൊല്ലം മുമ്പ് ഇപ്പോൾ കൊണ്ടോട്ടിക്കടുത്ത് കിശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്തിനടുത്തുണ്ട് ഒരു തൃപ്പനച്ചി എന്ന് പറഞ്ഞ സ്ഥലം. തൃപ്പനച്ചി അറിയാത്തവരാരും ഉണ്ടാവുകയില്ല. ആ തൃപ്പനച്ചിയിൽ 50 കൊല്ലം മുമ്പ് ഒരു മൊല്ലാക്ക വഹാബി ദുരിതം ബാധിച്ചു അയാൾക്ക്. ആ നാട്ടിൽ അന്ന് വഹാബികളൊന്നും കേൾവി തന്നെ എല്ലായിടത്തും ഇല്ലാത്ത കാലമാണ്. അവിടെ ഇയാൾ വഹാബിയായ ആൾ ജീവിക്കുമ്പോൾ നാട്ടുകാരെ ഉപദേശിച്ചു, നിങ്ങൾ മാത്രം ഇങ്ങനെ ഒരു കൊന്ത്രം പല്ല് പോലെ തെറിച്ചു നിൽക്കരുത്, ഈ ഐക്യത്തിൽ നിങ്ങളും ഉണ്ടാകണം, അതിൽ നിന്ന് മാറി നിൽക്കരുത്. പക്ഷേ മല്ലാക്കാൻ്റെ മനസ്സൊക്കെ അപ്പോഴത്തിന് എന്തൊക്കെയോ ആയിപ്പോയിരുന്നു. അതുകൊണ്ട് മല്ലാക്ക വഹാബിയത്തിൽ ഉറച്ചു നിന്നു. അങ്ങനെ മല്ലാക്ക കാലയവനുള്ളിൽ മറയേണ്ടി വന്നു, അഥവാ മരണപ്പെടേണ്ടി വന്നു. മരിച്ചപ്പോൾ ആ നാട്ടുകാർ പറഞ്ഞു, ആ മല്ലാക്കാൻ്റെ മയ്യത്ത് മുസ്ലിമീങ്ങളെ, യഥാർത്ഥ മുഅ്മിനീങ്ങളെ മറവ് ചെയ്യുന്ന ഈ സ്ഥലത്ത് അയാളെ മയ്യത്ത് വെക്കാൻ പറ്റൂല. ഇന്നിപ്പോൾ ഒന്നും തീരെ ചിന്തിക്കാൻ പറ്റാത്ത കാലമാണ്. അന്ന് ചില കൂട്ടായ്മയിലൊക്കെ അങ്ങനെ നടന്നിരുന്നു അല്ലേ. നമ്മളെ നാട്ടിൻ്റെ അടുത്തൊരു പള്ളിയിൽ ജുമാ നിസ്കാരം കഴിഞ്ഞിട്ട് 7 ഫാത്തിഹ സൂറത്ത്, 7 ഖുൽ ഹുവല്ലാഹു അഹദ്, 7 ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, 7 ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, ഇത് ഓതിയിട്ടായിരുന്നു മറ്റു ദിക്റുകളും ചൊല്ലിയിട്ട് അവിടെ ജുമാക്ക് ശേഷം ദുആ ചെയ്തിരുന്നത്. ആ പള്ളിയിൽ ആ നാട്ടുകാരനല്ലാത്തൊരാൾ ജുമാക്ക് കൂടി. അയാളിപ്പോൾ ഇവിടെ ഈ വിവരമൊന്നും അറിയില്ല. പക്ഷെ അയാൾ സലാം വീട്ടി ഈ ഫാത്തിഹ ഓതുന്നതിനിടയ്ക്ക് എണീച്ചപ്പോൾ അവിടുത്തെ ഒരു കാരണവർ പറഞ്ഞു, ഇരിക്കടാ അവിടെ എന്ന് പറഞ്ഞു. ആ ധ്വനി കേട്ടപ്പോൾ അയാൾക്ക് ഇരിക്കേണ്ടി വന്നു. കാരണം ഒരു കുട്ടി എണീച്ച് പോയിട്ടില്ല. അന്ന് അങ്ങനെയൊക്കെ കാരണവന്മാർക്കും നാട്ടുകാർക്കുമൊക്കെ പവറും ഒരു കൂട്ടായ്മയുണ്ടായിരുന്ന കാലമാണ്. അതൊക്കെ ശിഥിലമാക്കിയത് ഈ രാഷ്ട്രീയക്കാരാ. ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. ഈ അനൈക്യം മുഴുവനും ഈ രാജ്യത്തുണ്ടാക്കിയത് രാഷ്ട്രീയക്കാരാ. എല്ലാ രാഷ്ട്രീയക്കാരും മുതലുണ്ട്. അവർക്ക് ഐക്യമല്ല ആവശ്യം, അവർക്ക് തൽക്കാലം ഒരു വോട്ടാണ്. അത് നേരത്തെ അങ്ങനെയായിരുന്നില്ല. പള്ളിയിലൊരു ഖത്തീബ് അല്ലെങ്കിൽ അവിടുത്തെ ശേഷൊരു ഖാദി അല്ലെങ്കിൽ അവിടുത്തെ ഒരു കാരണവർ ഒരു കാര്യം പറഞ്ഞാൽ അതിന് എതിരായിട്ടൊരാളും പറയില്ല. അത്ര സൂക്ഷിച്ചും ശ്രദ്ധിച്ചുമൊക്കെ അവർ പറയുകയുമുള്ളൂ. അങ്ങനെ കൂട്ടായ്മയുള്ള കാലമാണ്. അപ്പോൾ നാട്ടുകാരൊക്കെ അതിൽ സംഘടിച്ചു. ശരിയാണ്, നമുക്ക് മറവ് ചെയ്യേണ്ട. മല്ലാക്കാരുടെ മയ്യത്തിന് പരിപാലിക്കാൻ അവിടെ ആളൊന്നുമില്ലെങ്കിലും കുറേ ദൂരത്തുനിന്ന് ഏതൊക്കെ വഹാബികൾ കേട്ടറിഞ്ഞ് അവരൊക്കെ വന്ന് ഇയാളെന്തോ വെള്ളം പാർന്ന് കുളിപ്പിച്ച് കെട്ടി പൊതിഞ്ഞ് കൊണ്ടുവന്നപ്പോൾ പറ്റൂല എന്ന് പറഞ്ഞു. നാട്ടുകാർ മുഴുവനും സംഘടിച്ചു നിന്നു. പിന്നെ ഈ വന്നവർ കുറേ കുറവുമാണ്. അവരാക്രമിക്കാനോ തല്ലാനോ ഒന്നും പോയിട്ടില്ല. ഇവിടെ മറവ് ചെയ്യാൻ പറ്റൂല. അങ്ങനെ മലപ്പുറത്ത് നിന്ന് പോലീസ് വന്നു.
പോലീസിൻ്റെ ഒരു ഉദ്യോഗസ്ഥന്മാർ വന്നു. ഈ ജനബാഹുല്യം കണ്ടപ്പോൾ അവർക്ക് തോന്നി ഇതിപ്പോൾ എങ്ങനെ നിയമപരമായി ഇടപെട്ട പ്രശ്നമാണ്, ഒരു സമവായത്തിലെത്തിക്കുകയേ പറ്റുള്ളൂ. അങ്ങനെ ചർച്ച നടത്തി. അന്ന് ചർച്ച നടത്തി പൂർത്തിയായില്ല. മയ്യത്ത് മറവിയാണ്ട് നിൽക്കുകയാണ്. പിറ്റേ ദിവസം ഏതായിരുന്നാലും കാരണവന്മാരിൽ അവിടുത്തെ പൗരപ്രധാനികളെയും പോലീസ് ഉദ്യോഗസ്ഥന്മാർ വിളിച്ച് ഒരു സംഘർഷത്തിന് വഴിവെക്കണ്ട എന്ന് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തൊരു തീരുമാനത്തിലെത്തി. ഖബർസ്ഥാനിൻ്റെ അങ്ങേ അറ്റത്ത് മൊല്ലാക്കാൻ്റെ ആൾക്കാർ കൈക്കോട്ടും വിക്കാസും ഒക്കെ കൊണ്ടുവന്ന് അവരൊരു കുയ്യുകുത്തി അവരതിൽ വെച്ച് അവർ പോയിക്കോട്ടെ, നമ്മൾ പള്ളിയിൽ കൊണ്ടുവരെ അവിടെ മയ്യത്ത് നിസ്കരിക്കാൻ ഒന്നും വേണ്ട. പള്ളിത്തെരുവിൻ്റെ ഒരു അങ്ങേ തലക്കൽ, സാധാരണ എല്ലാവരും മറവ് ചെയ്യുന്ന സ്ഥലത്ത് വേണ്ട, അതിൻ്റെ ലാസ്റ്റ് തലക്കൽ അവിടെ മറവ് ചെയ്ത് പോയിക്കോട്ടെ. അവസാനം കാരണവന്മാർ ഇങ്ങനെ സമാധാനികളും കുഴപ്പമുണ്ടാക്കാൻ ആഗ്രഹമില്ലാത്തവരുമാണല്ലോ, അതുകൊണ്ട് ആ പോലീസ് ഉദ്യോഗസ്ഥരുടെ അഭ്യർത്ഥന അവർ മാനിച്ച് എന്നാൽ അങ്ങനെ ആവട്ടെ എന്ന് അങ്ങനെ ഒരു കുഴികുത്തി അവിടെ അയാളെ മറവ് ചെയ്തു പോവുകയാണ് ചെയ്തത് അല്ലേ. അന്നത്തെ ഒരു ഐക്യമാണ് ഞാൻ പറയുന്നത്. അവിടെ ഒരു തെങ്ങ് കയറാൻ പോകുന്ന ഒരു സഹോദര സമുദായങ്ങളിൽപ്പെട്ട ഒരാൾ ഈ മല്ലാക്കാൻ്റെ മയ്യത്ത് മറവ് ചെയ്യാത്തതിനെക്കുറിച്ച് അവനോടൊരാൾ ചോദിച്ചപ്പോൾ എന്താ ഇപ്പം നമ്മളെ മല്ലാപ്പളുടെ മയ്യത്ത് മറവ് ചെയ്യാത്ത പറഞ്ഞപ്പോൾ അയാൾ വഹാബി കുടിച്ച് മരിച്ചു എന്നാണ് ഓൻ പറഞ്ഞത്. ആളുകൾ പറഞ്ഞു വഹാബി പിടിച്ചു മരിച്ചു. വഹാബി എന്നുള്ള ആ ഏറ്റവും മോശമായിരിക്കുന്ന ആശയം അയാളെ ഹൃദയത്തിൽ വന്നതുകൊണ്ട് വഹാബി പിടിച്ചു, പനി പിടിച്ചു പറഞ്ഞ മാതിരി. പക്ഷേ ഈ സഹോദര സമുദായങ്ങളിൽപ്പെട്ട ഓൻ കേട്ടത് വഹാബി കുടിച്ചു എന്നാ. അതൊരു വലിയ വിഷവാതകമാണ് എന്നാണ് മനസ്സിലാക്കിയത്. സംഗതി വലിയ വിഷം തന്നെയാണ്, ഈമാൻ നഷ്ടപ്പെടുന്ന വിഷമുള്ളൂ. വഹാബികളുടെ ശരീരത്തിൽ അവരെ സംസാരിക്കുന്നുണ്ട്, നടക്കുന്നുണ്ട്, അവരിയ്ക്കുന്നുണ്ട്, ഭക്ഷണം കഴിക്കുന്നുണ്ട്, നിസ്കരിക്കുന്നുണ്ട്. അത് അവരുടെ ഒരു തരം പുറത്തുള്ള ഒരു ശരീരം മാത്രമാണ്. ഈ വഹാബിയത്ത് കൂടിയതിൻ്റെ പേരിൽ അവരുടെ ശരീരം നശിച്ചു പോയിട്ടുണ്ട്, അഥവാ ആത്മാവ് നശിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ബോഡി മാത്രമാണ്, ജീവനുള്ളൊരു ബോഡി മാത്രം. ആ ബോഡി കൊണ്ടൊരു പ്രയോജനവുമില്ല, ആ ബോഡിക്ക് ഒരു ബഹുമാനവും ഇല്ല. കാരണം അവൻ്റെ ഈമാനാകുന്ന ഏറ്റവും വലിയ സാധനം അത് ഹൃദയത്തിലാണ്. അതിന് ഭംഗം വന്നിട്ടുണ്ട് ഈ വിശ്വാസ കാരണം കൊണ്ട്. അപ്പോൾ ആ സഹോദര സമുദായങ്ങളിൽപ്പെട്ടവൻ പറഞ്ഞത് ശരിയാണ്, വഹാബി കുടിച്ചു വരച്ചു പറഞ്ഞാലും തെറ്റില്ല. അപ്പം അങ്ങനെ ഈ വഹാബികൾ അന്ന് തുലവും വിരളമായിരിക്കുന്ന കാലത്ത് ഇവിടെ ഫിത്നയും ഫസാദും ഉണ്ടാക്കാൻ വന്നപ്പോൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന ഈ ആദർശ പ്രസ്ഥാനം അന്നില്ലായിരുന്നുവെങ്കിൽ ഇവിടെ മുഴുവനും വഹാബിയത്ത് മുർത്തദീങ്ങൾ വന്ന് നിറഞ്ഞ് ഇവിടെയുള്ള ഈമാൻ എല്ലാവരിൽ നിന്നും ഊരിപ്പോകുമായിരുന്നു. അതിനെ പ്രതിരോധിക്കാനാണ് സമസ്ത എന്നൊരു സംഘടന ഉണ്ടാക്കിയത്. അല്ലാതെ ഇവിടെ മറ്റൊരു ഭൗതികമായിരിക്കുന്ന ഒരാവശ്യവും അന്നില്ല. ഇന്നുള്ളപ്പോൾ നമ്മുടെ സാന്ത്വനം പ്രവർത്തനമുണ്ട്, അതുപോലെ പെൺകുട്ടികളെ കല്യാണം ചെയ്ത് കൊടുക്കലുണ്ട്, വീടെടുത്ത് കൊടുക്കലുണ്ട്, ഇങ്ങനെ പള്ളി ഉണ്ടാക്കിയിട്ടുണ്ട്, മദ്രസ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊന്നും അതിൻ്റെ പ്രഥമവും പ്രധാനവുമായ ലക്ഷ്യമല്ല. പിന്നെ അതൊക്കെ വേണ്ടി വരും. എപ്പോൾ ഈ ആശയത്തിലും ആദർശത്തിലും ഉണ്ടാകുന്ന ആളുകളുണ്ടാകുമ്പോൾ ആ ആളുകൾക്ക് നിസ്കരിക്കാൻ പള്ളി വേണ്ടി വരും, അവരെ കുട്ടികളെ പഠിപ്പിക്കാൻ മദ്രസ വേണ്ടി വരും അല്ലേ. പിന്നെ അതിലുള്ള അംഗങ്ങൾ സാധുക്കളാണെങ്കിൽ ആ സാധുക്കളെ കുട്ടികളെ പഠിപ്പിക്കാൻ സാധുക്കളെ കുട്ടികളെ നിക്കാഹ് ചെയ്യാൻ സഹായം വേണ്ടി വരും. അങ്ങനെ ആളുകൾ വർദ്ധിച്ചു വരുമ്പോൾ അന്ന് സാധുക്കളായ ആളുകൾക്ക് വീടെടുത്ത് കൊടുക്കേണ്ടി വരും. അതൊക്കെ 3, 4, 5, 6, 8, 10 ഒക്കെ വകുപ്പുകളാണ്. ഒന്നാമത്തെ വകുപ്പ് എന്താണ്? ആദർശം നിലനിർത്തുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മാ അന അലൈഹി വഅസ്ഹാബി, അതാണ് ആദർശം അല്ലേ. റസൂലുള്ളാഹിയും സഹാബത്തും നമുക്ക് കാണിച്ചു തന്ന, പറഞ്ഞു തന്ന, പഠിപ്പിച്ചു തന്ന ആശയം ആദർശം. അത് കടുകിട വ്യത്യാസമില്ലാതെ ഇവിടെ പ്രാവർത്തികമാക്കുക എന്നതാണ് സമസ്ത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തിനാണ് സമസ്ത? സമസ്ത അവിടെ രൂപീകരിച്ചതിന് ആവശ്യം എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 23 കൊല്ലം ദീനീ പഠനം നടത്തി വഫാത്തായിപ്പോയി. പിന്നെ
وأنيسه في الغار سيدنا أبي بكر المقدم أول الخلفاء. അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ മഹത്വം പറയുന്നത് തന്നെ ഗാറ് സൗറിൽ മറ്റാരുമില്ലാത്ത സമയത്ത് റസൂലുള്ളാഹിക്ക് മാനസിക സമാധാനം നൽകിക്കൊണ്ട് റസൂലുള്ളാഹിനൊപ്പം താമസിക്കുകയും എന്നിട്ട് റസൂലുള്ളാഹിന്റെ മുഴുവൻ കാൽപ്പാടുകളും 100% പിന്തുടരുകയും ആ പിന്തുടർന്നതിനനുസരിച്ച് പിന്നീട് ഭരണം നടത്തുകയും ചെയ്ത അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ, അതുപോലെ ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ, അലി ഇബ്നു അബീ താലിബ് തങ്ങൾ, ഇങ്ങനെയുള്ള ഖുലഫാഉർ റാഷിദീങ്ങളും അതിന് ശേഷമുള്ള ലക്ഷക്കണക്കിന് സ്വഹാബത്തും നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു മാർഗമുണ്ട്, ഒരാശയമുണ്ട്, ആദർശമുണ്ട്. അതാണ് സമസ്ത. ആ സമസ്ത ഇന്ന് ആര് കൈകാര്യം ചെയ്യുന്നു എന്നതാണ് നമുക്ക് പരിശോധിക്കാനുള്ളത്. നമുക്കൊന്ന് പരിശോധിക്കാം. ഈ ആദർശം മുറുകെ പിടിച്ചുകൊണ്ട് തന്നെയായിരുന്നു 986 വരെയും ഇതിൻ്റെ മുന്നോട്ടുള്ള ഗമനം. അതിനിടയിൽ ചില ആളുകൾ അതൊക്കെ അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അതിന് ഈ ഭിന്നിപ്പിക്കൽ കക്ഷിയാകുന്ന രാഷ്ട്രീയക്കാരുടെ പിൻബലവും ഉണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ പേരിലാണല്ലോ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ ബോർഡിൻ്റെ സിലബസ് അനുസരിച്ച് പ്രവർത്തിക്കുന്ന മദ്രസകൾ, ആ മദ്രസകളിൽ കുട്ടികളെ എല്ലാ ആശയങ്ങളും പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അവർക്ക് കർമ്മപരമായിരിക്കുന്ന ആശയങ്ങൾ, അഥവാ എങ്ങനെ നിസ്കരിക്കണം, എങ്ങനെ നോമ്പ് നോക്കണം, എങ്ങനെ ഹജ്ജ് ചെയ്യണം, സക്കാത്ത് എങ്ങനെയൊക്കെയാണ് കൊടുക്കേണ്ടത്, അങ്ങനെയുള്ള കർമ്മപരമായ വിഷയങ്ങൾ. പിന്നെ വിശ്വാസപരമായ കാര്യങ്ങൾ, അഖീദ. വിശ്വാസമില്ലാതെ കുറേ കർമ്മം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. വഹാബികൾ നിസ്കരിക്കുന്നത് പോലെ, മൗദൂദികൾ നിസ്കരിക്കുന്നത് പോലെ, ഖാദിയാനികളും അതുപോലെയുള്ള കക്ഷികളൊക്കെ നിസ്കരിക്കുന്നതിൻ്റെ കർമ്മം തന്നെയാണ്. നമ്മൾ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് അവർ ബാങ്ക് വിളിക്കുന്നുണ്ട്. നമ്മൾ പള്ളിയെടുത്ത പോലെ ഒരു പള്ളിയെടുത്തിട്ടുണ്ട് അല്ലേ? ഇങ്ങനെയൊക്കെ അവർ ചെയ്യുന്നുണ്ട്. പക്ഷേ ആ കർമ്മങ്ങളൊന്നും അവരിൽ നിന്നും സ്വീകരിക്കപ്പെടാതിരിക്കാൻ കാരണം വിശ്വാസപരമായി അവർ തകർന്നതിൻ്റെ പേരിലാണ്. അപ്പോൾ ആ വിശ്വാസം രൂഢമൂലമാക്കുക എന്നതും സമസ്തയുടെ അതിപ്രധാനമായ ലക്ഷ്യമാണല്ലോ. അതിനുവേണ്ടിയാണ് വിദ്യാഭ്യാസ ബോർഡ് രൂപീകരിച്ച് എല്ലാ ഗ്രാമങ്ങളിലും മദ്രസകളെടുത്ത് ആ മദ്രസകളിൽ കുട്ടികളെ പഠിപ്പിച്ച് അതിൽ നിന്നും വളർന്നവരായ കുട്ടികൾ പിന്നെ ദർസിൽ പോയി പഠിച്ച് എന്നിട്ടാണ് അവർ മുദരിസുമാരും ഖതീബുമാരും ഖാദിമാരും മുഅല്ലിമീങ്ങളും മറ്റുമൊക്കെ ആയിത്തീരുന്നത്. ആ മദ്രസകളിൽ ഇവിടെ ആശയവും ആദർശവും പഠിപ്പിക്കുകയാണ്. അതിനൊരു സലാം പറയുന്ന ഒരു പാഠം, പലതുമുള്ള കൂട്ടത്തിൽ ഒരു ഉദാഹരണം പറയട്ടെ. സലാം എന്നുള്ളത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യമാണ്. ആർക്കും ഒരു ചെലവും ഇല്ലാതെ ഒരുപാട് നേട്ടങ്ങൾ ദുനിയാവിലും ആഖിറത്തിലും ഉണ്ടാക്കുന്ന കാര്യമാണല്ലോ സലാം. സലാം എന്ന് പറഞ്ഞാൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു പൂർണ്ണമായി, അല്ലെങ്കിൽ അസ്സലാമു അലൈക്കും. ഇത് ആർക്ക് ആരോട് എപ്പോഴും പറയാം. വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചു വരുന്ന ഒരു മനുഷ്യൻ തീരെ ഭക്ഷണം കിട്ടാത്ത മനുഷ്യനോടും അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ അതിന് പ്രസക്തിയുണ്ട്. എനിക്ക് നല്ലോണം ഭക്ഷണമൊക്കെ കിട്ടി, ആ ഭക്ഷണം കിട്ടിയിട്ട് എൻ്റെ വയറ് നിറഞ്ഞ് ഞാനിപ്പോൾ നല്ല ഉഷാറായിട്ട് വരികയാണ്. നിനക്കൊരു ഭക്ഷണവും കിട്ടിയിട്ടില്ല, പക്ഷെ ഭക്ഷണം കിട്ടിയിട്ടില്ലെങ്കിലും നീയും ഇപ്പോൾ നല്ല ചെറിയൊരു വിശപ്പിൻ്റെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ആരോഗ്യത്തോടുകൂടി ജീവിക്കുന്നു. അതുകൊണ്ട് അങ്ങനത്തെ നിനക്ക് അള്ളാഹുവിൻ്റെ രക്ഷയുണ്ടാകട്ടെ. അപ്പം ഭക്ഷണം കഴിച്ചവൻ ഭക്ഷണം കഴിക്കാത്തവനോട് പറയാൻ പറ്റും. ഉറങ്ങിയവൻ നല്ലോണം ഉറക്കൊക്കെ ഉഷാറായി കഴിഞ്ഞിട്ട് ഉറക്ക് വേണ്ടതുപോലെ ആകാത്തവനോട്, അങ്ങനെ ആർക്കും ആരോടും, ഞാൻ ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ, പറയാൻ പറ്റിയ
ഒരു പൊതുവായ വാക്കാണ് അസ്സലാമു അലൈക്കും, അള്ളാഹുവിൻ്റെ രക്ഷ നിന്നിലുണ്ടാവട്ടെ. അതിന് ചില നിബന്ധനകളുണ്ട്. കാണുന്നവരോടൊക്കെ സലാം പറയാൻ പറ്റുമോ? ഇല്ല. അതൊരു മുസ്ലിം മറ്റൊരു മുസ്ലിമിൻ്റെ പേരിൽ ചെയ്യേണ്ട ബാധ്യതയാണ്. മുസ്ലിമീങ്ങളും തമ്മിലാണ് ഈ സലാമിൻ്റെ ബാധ്യതയുള്ളത്. അല്ലേ? ഹക്കുൽ മുസ്ലിമി അലൽ മുസ്ലിമി സിത്തുൻ എന്നാണ് റസൂലുള്ളാഹി പഠിപ്പിച്ചു തന്നത്. ഇദാ റഅയ്തഹു സല്ലിം അലൈഹി. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ കണ്ടുമുട്ടിയാൽ അവനോട് നീ സലാം പറയണം. കഅബ മുഹമ്മദ് മൗലവി പറഞ്ഞതിനെ കണ്ടാൽ സലാം കൊണ്ടാണ് മിണ്ടൽ വേണ്ടത് എന്നാണ്. ആദ്യം വേണ്ടത് എന്താണ്? അസ്സലാമു അലൈക്കും, സലാം പറയുക. എന്നാൽ ഈ സലാം മുസ്ലിമീങ്ങളോടാണ് പറയേണ്ടത്. മുസ്ലിമീങ്ങളോടാണ് പറയേണ്ടത്. ഒരു 5-6 ആളുകൾ ഒരു ഭാഗത്ത് ഇങ്ങോട്ട് നടന്നു വരുമ്പോൾ ഒരാൾ മാത്രം അങ്ങോട്ട് നടന്നു ചെല്ലുകയാണെങ്കിൽ ഈ ഒരാൾ ഈ 6 ആൾ അടങ്ങുന്ന ഈ സംഘത്തോടാണ് സലാം പറയേണ്ടത്. പക്ഷേ ഇവനും മുസ്ലിമായിരിക്കണം, ആ സംഘവും മുസ്ലിമായിരിക്കണം. ഇതാണ് നിബന്ധന. ഈ നിബന്ധന കുട്ടികൾക്ക് പഠിപ്പിക്കുമ്പോൾ അവിടെ ചില ആളുകൾക്ക് സലാം പറയാൻ പാടില്ല എന്നും ആ കൂട്ടത്തിൽ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. ആരാണത്? ഇസ്ലാമിക നിയമമനുസരിച്ച് അച്ചടക്ക നടപടിക്ക് വിധേയരായി പുറത്തു നിൽക്കുന്ന ഒരു കക്ഷിയുണ്ട്. അവർ മുസ്ലിമീങ്ങളല്ല എന്ന് നമ്മൾ പറയുന്നില്ല. വഹാബികളൊക്കെ കാഫിരീങ്ങളാണ് എന്ന വാദം സുന്നികൾക്കില്ല. ജമാഅത്തെ ഇസ്ലാമി ഒക്കെ കാഫിരീങ്ങളാണ് എന്ന വാദം അത് സുന്നികൾക്കില്ല. പക്ഷേ അവർ ഈ ദീനിൽ അച്ചടക്കം ലംഘിച്ചവരാണ്. ഈ അച്ചടക്കം ലംഘിച്ചവരോട് സലാം പറയാൻ പാടില്ല എന്നാണ് ഇസ്ലാമിൻ്റെ നിയമം. അല്ലേ? നിങ്ങൾ സൂറത്ത് തൗബയുടെ അവസാന ഭാഗത്തുള്ള ഒരായത്തുണ്ട്. സൂറത്ത് തൗബ അവസാനിക്കുന്നതിന് പേജ് പുറത്തുള്ള വഅലസ്സലാസത്തല്ലദീന ഖുല്ലിഫൂ ഹത്താ ഇദാ ളാഖത് അലൈഹിമുൽ അർളു ബിമാ റഹബത് എന്ന് തുടങ്ങുന്ന ഒരായത്ത്. ഈ ആയത്ത് അവതരിക്കാനുള്ള കാരണം എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുകൂടി മദീനത്തെ പള്ളിയിൽ നിസ്കാരത്തിനും റസൂലുള്ളാഹിന്റെ കൽപ്പനകളൊക്കെ സ്വീകരിക്കാനും തയ്യാറായ സ്വഹാബത്ത് ഒരു യുദ്ധത്തിന് പോകാൻ ഒരുങ്ങിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാവരോടും ഒരുങ്ങാൻ വേണ്ടി പറഞ്ഞു. എല്ലാവരും ഒരുങ്ങി. ആ ഒരുങ്ങിയ കൂട്ടത്തിൽ അതിലുള്ള 2-3 ആളുകൾ അവർ മറ്റ് ചില ദുന്യവിയായ കാര്യങ്ങളിൽ ഇടപെട്ടു. അവിടെ ഈത്തപ്പഴം പറിക്കാനും അത് മറ്റ് ചില കാര്യങ്ങളും അങ്ങനെ ദുന്യവിയായ കാര്യങ്ങളിൽ അവർ ഇടപെട്ടു. അവർ നല്ല മുഅ്മിനീങ്ങളാണ്, അവർ ഇതിന് ആവേശമുള്ളവരാണ്. അവർ മനസ്സിലാക്കി നമ്മുടെ അടുത്ത് നല്ല വേഗത്തിൽ ഓടുന്ന കുതിരയുണ്ട്, ഇവരിപ്പോൾ പുറപ്പെട്ടാലും നമുക്ക് ആ കുതിരപ്പുറത്ത് കയറി വേഗം ഓടിച്ച് അവരുടെ കൂട്ടത്തിൽ കൂടി യുദ്ധത്തിൽ നമുക്ക് പങ്കെടുക്കാം എന്ന നല്ല ഉദ്ദേശം വെച്ചുകൊണ്ട് ഇവർ ഈ കാര്യങ്ങളിലൊക്കെ വ്യാപൃതരായി. പക്ഷേ ആ യുദ്ധത്തിന് പങ്കെടുക്കാൻ അവർക്ക് സാധിച്ചില്ല. യുദ്ധം മുസ്ലിമീങ്ങൾ സഹാബത്ത് റസൂലുള്ളാഹി അത് വിജയിച്ചു വന്നു. മദീനത്തെത്തി നോക്കുമ്പോൾ ഈ 3 സഹാബികളോട് റസൂലുള്ളാഹി മിണ്ടുന്നില്ല. റസൂലുള്ളാഹിക്ക് ഒരു സലാം പറഞ്ഞു വരുമ്പോൾ റസൂലുള്ളാഹി മറുഭാഗത്തേക്ക് തന്നെ മുഖം തിരിക്കുന്നു. ആ ഭാഗത്ത് എന്ന് പറഞ്ഞാൽ ഈ ഭാഗത്തേക്ക് തിരിക്കുന്നു. ഇത് കണ്ട സഹാബത്തും അങ്ങനെ തന്നെ. അങ്ങനെ 4 ദിവസം കഴിഞ്ഞപ്പോൾ അങ്ങാടിയിലെത്തിയാൽ ഇവരോട് മിണ്ടാനാരുമില്ല. ഒരു കടയിൽ ചെന്നവർ 2 കിലോ ഗോതമ്പ് വേണമെന്ന് പറഞ്ഞാൽ കടക്കാരനത് കേൾക്കാത്തതുപോലെ നിൽക്കുന്നു. അങ്ങനെ കുറച്ച് ദിവസം കൂടി കഴിഞ്ഞപ്പോൾ റസൂലുള്ളാഹി ഓർഡർ ഇടുന്നു. ആ 3-ൽ ഒരാൾ പ്രായാധിക്യം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളാണ്. അല്ലാത്ത 2 ആളുകൾക്ക് അത്രയധികം പ്രായമില്ല. അതുകൊണ്ട് അവരുടെ ഭാര്യമാരും അവരോട് വിട്ടു നിൽക്കാൻ പറയുന്നു. അങ്ങനെ ഈ സ്വഹാബത്ത് മദീന പ്രവിശാലമായിരിക്കുന്ന ആ മദീനയിൽ വഅലസ്സലാസത്തല്ലദീന ഖുല്ലിഫൂ ഹത്താ ഇദാ ളാഖത് അലൈഹിമുൽ അർളു ബിമാ റഹബത് ഭൂമി അവർക്ക് കുടിശായതുപോലെ തോന്നി. കാഴ്ചക്ക് വിശാലതയുണ്ട്, പക്ഷേ അവർക്കൊരു സ്വസ്ഥതയില്ല. പുറത്തിറങ്ങിയാൽ ആരും നമ്മളോട് കുശലം പറയുന്നില്ല. നമ്മളെ പരിചരിക്കാനോ നമ്മുടെ ഭാര്യമാർ പോലുമില്ല. നാം ഒരു സാധനം ചെന്ന് ചോദിച്ചാൽ തരാൻ കടക്കാരന് സമ്മതിക്കുന്നില്ല. ഇങ്ങനെ ഇവരിങ്ങനെ ഒരു കുടുങ്ങിയ അവസ്ഥയിലായപ്പോൾ രാജാതിരാജനായ റബ്ബുൽ ഇസ്സത്തിനോട് അവർ തൗബ ചെയ്തു. അല്ലേ? ആ സൂറത്തിൻ്റെ പേര് തന്നെ സൂറത്ത് തൗബ എന്നാണ്.
ബിസ്മില്ലാത്തൊരു സൂറത്ത് എല്ലാവരും കണ്ടിട്ടില്ലേ? അതാണ് തൗബ സൂറത്ത്. അങ്ങനെ അവർ പശ്ചാത്തപിച്ച് ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും അള്ളാഹുവിനോട് കരഞ്ഞ് പറഞ്ഞ് ആവശ്യപ്പെട്ടപ്പോൾ അടിമകളുടെ ആവശ്യം പരിഗണിക്കുന്നവനാണല്ലോ അള്ളാഹു. ആ നിലക്ക് അള്ളാഹുവിടെ തൗബ സ്വീകരിച്ചിട്ട് അവർക്കുള്ള വിലക്ക് നീക്കി. അവർക്കുള്ള വിലക്ക് അള്ളാഹു നീക്കി. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനുശേഷം അവരോടും എല്ലാ മുഅ്മിനീങ്ങളോടും യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വകൂനൂ മഅസ്സാദിഖീൻ എന്ന വലിയൊരു തത്വം ഉപദേശിച്ചുകൊണ്ട് അവരെ നേരത്തെ ഉണ്ടായിരുന്ന ആ അവസ്ഥയിലേക്ക് തന്നെ മാറ്റി. അപ്പം 40 ദിവസം റസൂലുള്ളാഹിയും സഹാബത്തും ഈ 3 സഹാബികളോടും സലാം പറഞ്ഞിട്ടില്ല. അവർ മുഅ്മിനീങ്ങളല്ലാത്തതിൻ്റെ പേരിലല്ല, അവർ റസൂലുള്ളാഹിയുടെ കൂടെ നിസ്കരിക്കാത്തതിൻ്റെ പേരിലല്ല, ഒരച്ചടക്ക നടപടിക്ക് അവർ വിധേയരായി. അതിനവർ തൗബ ചെയ്തപ്പോൾ അല്ലാഹു സ്വീകരിച്ചപ്പോൾ പഴയ രൂപത്തിലേക്ക് അവർ തിരിച്ചു വന്നു. അതുപോലെ റസൂലുള്ളാഹിയുടെ കൽപ്പന ധിക്കരിച്ച കക്ഷികളാണ് വഹാബികൾ, മൗദൂദികൾ, അതുപോലെയുള്ള എല്ലാ കക്ഷികളും. അങ്ങനെ ധിക്കരിച്ചവരോട് ഇസ്ലാമിൻ്റെ ഏറ്റവും ഉദാത്തമായിരിക്കുന്ന ഒരു സമീപനമാകുന്ന സലാം പറയൽ അത് പറയേണ്ടതില്ലെന്നാണ് ഇസ്ലാമിൻ്റെ തീരുമാനം. ഈ തീരുമാനം 4ാം ക്ലാസ്സിലുള്ള അഥവാ ഒരു 10 വയസ്സ് പ്രായമുള്ള കുട്ടിയെ അവിടെ നിന്ന് തന്നെ പഠിപ്പിച്ചു കൊണ്ടുവരിക. അല്ലേ, കുട്ടികളാകുമ്പോൾ പഠിക്കണല്ലോ. ചെറുപ്പകാലമിലുള്ള ശീലം മറക്കുമോ മനുഷ്യനുള്ള കാലം. കാരാസ്കരത്തിൻകൊരു പാലിലിട്ടാൽ കാലാന്തരം കയ്പ് ശമിപ്പതുണ്ടോ. അല്ലേ, ഒരു കവിയാണെങ്കിലും വളരെ സത്യമാണത്. ചെറുപ്പകാലത്ത് എന്താണോ അവൻ ശീലിച്ചത്, ആ ശീലിച്ചത് അത് വളരെ കൃത്യമായി അവൻ പാലിക്കും. ഇപ്പം ഇന്ന് പേപ്പറിൽ നമ്മൾ വായിച്ചു, 22 വയസ്സ് ആകുന്നതിൻ്റെ മുമ്പ് 100 മോഷണം നടത്തി ഹാട്രിക്ക് നേടിയ ഒരു ചെറുപ്പക്കാരൻ, മുസ്ലിമീങ്ങളുടെ പേരുള്ള ഒരാളാണ്. 22 വയസ്സേ ആയിട്ടുള്ളൂ. അപ്പോഴേക്കും അവൻ 100 സ്ഥലത്ത് പോയി കളവ് നടത്തി ലോകത്ത് ചിലപ്പോൾ ഗിന്നസ് ബുക്കിലേക്ക് അവൻ്റെ പേര് വരാൻ സാധ്യത ഉണ്ടാവും. 22 വയസ്സെന്ന് പറയുമ്പോൾ ചുരുങ്ങിയത് ഒരു 15 വയസ്സിലൊക്കെ അല്ലേ അവന് പോകാൻ കഴിയുള്ളൂ. അതിന് മുമ്പ് ചിലപ്പോൾ ആണെങ്കിൽ വീട്ടിൽ നിന്ന് കെട്ടുന്നുണ്ടാവും. അപ്പോൾ 7 കൊല്ലം കൊണ്ടാണ് 100 കളവോ നടത്തിയത്. അപ്പോൾ അവൻ്റെ ചെറുപ്പകാലത്തുള്ള ശീലം അവനത് നടപ്പിൽ വരുത്തുകയാണ്. അപ്പോൾ ഈ ചെറിയ കുട്ടികൾക്ക് തന്നെ ഈ വിഷവിത്തുകളെ പഠിപ്പിച്ചു കൊടുക്കണം. അപ്പോൾ വഹാബികൾ എന്ന് പറഞ്ഞൊരു കക്ഷി നമ്മുടെ നാട്ടിലുണ്ട്. ആ വഹാബികളെ നിങ്ങൾ കരുതിയിരിക്കണം. അവരോട് സ്നേഹമുണ്ടാകാനുള്ള കാരണമാണ് സലാം പറയൽ. അല്ലേ, ഒരു മനുഷ്യൻ സലാം പറഞ്ഞൊന്ന് പുഞ്ചിരിച്ചാൽ ആ മനുഷ്യനോട് ഒരു മഹബത്ത് ഈ സലാം കേൾക്കുന്ന ആളുകൾക്കുണ്ടാകും. അതുകൊണ്ടാണ് നിങ്ങളിടയിൽ മഹബത്ത്, സന്തോഷം, സ്നേഹം, ഐക്യം അത് പൂണ്ടുപിടിക്കാൻ വേണ്ടി നിങ്ങൾ പരസ്പരം സലാം പറയണമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചത്. അത് ഈ വഹാബികളോട് മൗദൂദികളോട് പാടില്ല. ഇത് കുട്ടികൾക്ക് പഠിപ്പിച്ചപ്പോൾ രാഷ്ട്രീയ തിമിരം ബാധിച്ച ചില മദ്രസാധ്യാപകന്മാർ 10 മണി വരെ കുട്ടികൾക്ക് നിങ്ങൾ പലിശ വാങ്ങരുത്, അല്ലേ, പലിശക്ക് കൊടുക്കരുത്, അതിനെ ഭക്ഷിക്കരുത്, ഇതൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുക. എന്നിട്ട് ചില മാലിന്യങ്ങൾ തന്നെ 9 മണിക്ക് മാർസപ്പെട്ട ഉടനെ അവൻ പോകുന്നത് അടുത്ത സഹകരണ ബാങ്കിലേക്കാണ്. അവനതിൽ മെമ്പറാണ്, ആ ബാങ്കിൻ്റെ ഒരു മെമ്പറാണ് അവന്. അപ്പോൾ അവിടെ പലരും ലോണിന് വന്നിട്ടുണ്ടാവും. ആ ലോണ് ഇവൻ ഒപ്പിട്ട് കൊടുക്കണം. അല്ലേ, ആക്കിൽ ഹൂവോ മൂക്കിൽ ഹൂവോ സാക്ഷ്യം എന്നാണ് പറയുന്നത്. തിന്നുന്നവനും പിന്നെ തീറ്റുന്നവനും സാക്ഷി നിൽക്കുന്നവരും എല്ലാവരും തുല്യമാണെന്ന് പഠിപ്പിക്കുന്ന കുട്ടികൾക്ക്. എന്നിട്ട് ഇവൻ തന്നെ പോയി ഈ ബാങ്കിൽ ഈ പലിശയുമായി ബന്ധപ്പെട്ട് അവൻ ജീവിക്കുന്നു. ഒരു ലോണിന് വന്നിട്ട് ഒപ്പിട്ട് കൊടുത്താൽ 10-200 കൊടുക്കും. അതുകൊണ്ട് ഇവൻ്റെ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്നു, ഓനും കഴിക്കുന്നു. ഇതാരാണ്? മദ്രസയിൽ പഠിപ്പിക്കുന്ന അധ്യാപകരെ കുറിച്ചായി പറയുന്നത്. ആരാണെന്ന് ചോദിച്ചാൽ അദ്ദേഹം ഇപ്പോൾ നമ്മുടെ നാട്ടിൻ്റെ അടുത്ത് മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഇവിടെ വന്ന് അന്വേഷിച്ചാൽ ആളെ ഞാൻ പഠിപ്പിച്ച് മനസ്സിലായി. മരിച്ചതുകൊണ്ട് അയാളെ പേര് ഞാൻ പറയുന്നില്ല. നമ്മൾ തൊട്ടടുത്ത് ചോക്കാടെന്ന് പറയുന്ന സ്ഥലത്തുള്ള
ഒരു മാലിന്യമായിരുന്നു, മറുസിൽ സദർ മാലിന്യം കൂടിയായിരുന്നു കാളികാവ് സഹകരണ സർവീസ്. എങ്കിൽ കൊല്ലങ്ങളോളം അദ്ദേഹം ഡയറക്ടർ ബോർഡിലുള്ള ആളായിരുന്നു. എന്തിനാണ് ഡയറക്ടർ ആകുന്നത്? ഈ ബാങ്കിൽ വരുന്ന ആളുകൾക്ക് പലിശ സഹായിക്കാൻ. അങ്ങനെയുള്ള ഈ രാഷ്ട്രീയ അന്ധത ബാധിച്ച മൗലവികൾ ഈ പാഠം സമസ്ത കേരള ജമിയത്തുലമയുടെ അനുവാദത്തോടുകൂടി പുസ്തകത്തിൽ അത് അച്ചടിച്ച് ആ പുസ്തകം കുട്ടികൾക്ക് പഠിപ്പിക്കാൻ വേണ്ടി വന്നപ്പോൾ ഈ പുസ്തകത്തിൻ്റെ പേജ് കീറി വിദ്യാഭ്യാസ ബോർഡിൻ്റെയും ജമിയത്തുൽ മുഅല്ലിമീൻ്റെയും ഓഫീസിലേക്ക് അവർ അയച്ചു കൊടുത്തു. ഏത് ഓഫീസിലേക്ക് അയക്കുന്നത്? എന്താവശ്യത്തിന് വേണ്ടിയാണ് ഈ സമസ്ത രൂപീകരിച്ചത്? ആ രൂപീകരിച്ച കാര്യങ്ങൾ ചർച്ച ചെയ്യാനും അതിൻ്റെ തീരുമാനമെടുക്കാനുമുള്ള ഓഫീസിലേക്ക് അയച്ചു കൊടുത്തിട്ട് മുസ്ലിമീങ്ങളുടെ ഇടയിൽ ഇങ്ങനെ ഭിന്നിപ്പുണ്ടാക്കി നിങ്ങളിങ്ങനെ സമസ്തയും കൊണ്ട് നടന്നാൽ ഇവിടെ അത് നടക്കില്ല എന്നൊരു താക്കീത് താഴെ തട്ടിൽ നിന്നും മേൽഘടകത്തിന് വരാൻ തുടങ്ങിയത് 975 ശേഷമായിരുന്നു. അതുവരെ ഈ സമസ്തയുടെ ആദർശങ്ങൾ ആരും ചോദ്യം ചെയ്തിട്ടില്ല. അപ്പോഴാണ് സടകുടഞ്ഞെഴുന്നേറ്റുകൊണ്ട് ഒരു പണ്ഡിതൻ രംഗത്ത് വരുന്നത്. ആരാണ് ആ പണ്ഡിതൻ? നമുക്കൊന്ന് പരിശോധിക്കാം. ആരായിരുന്നു ആ പണ്ഡിതൻ? സമസ്ത കേരള ജമിയത്തുലമയിലേക്ക് മഹാന്മാരായ നേതാക്കളുടെ ആശീർവാദത്തോടുകൂടി കടന്നു വന്ന മഹാനായ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. ബഹുമാനപ്പെട്ടവർ ദീർഘദൃഷ്ടിയോടുകൂടി തന്നെ ഇതിൻ്റെ ഭവിഷ്യത്ത് മനസ്സിലാക്കി. സുന്നത്ത് ജമാഅത്തിൻ്റെ മുന്നണി പോരാളിയായിരുന്ന മഹാനായ മർഹൂം EK ഹസൻ മുസ്ലിയാർ, തൻ്റെ ജ്യേഷ്ഠ സഹോദരൻ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ EK അബൂബക്കർ മുസ്ലിയാർ തുടങ്ങിയ മഹാന്മാരുടെ ശ്രദ്ധയിൽ ഈ കാര്യം ധൈര്യപ്പെടുത്തി പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു. അതുകൊണ്ട് നാം ഒന്ന് കരുതലോടുകൂടി കാൽവെപ്പ് നടത്തണം. ഇത് വിദ്യാഭ്യാസ ബോർഡ് കഴിഞ്ഞ് സമസ്തയിൽ തന്നെ ചർച്ചയ്ക്ക് വന്നു. ചർച്ചയ്ക്ക് വന്നപ്പോൾ സുന്നത്ത് ജമാഅത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി രൂപീകൃതമായ ഈ സമസ്തയുടെ മഹാന്മാരായിരിക്കുന്ന ആലിമീങ്ങളിൽ ചിലർ ഒരയഞ്ഞാം കൊയഞ്ഞാം ചർച്ചയാണ് അതിനെക്കുറിച്ച് നടത്തുന്നത്. അല്ലേ, വളരെ ധീരതയോടുകൂടി മുന്നോട്ട് വന്ന് പറയുന്നില്ല. എന്തേ കാരണം? അവർക്ക് ചില ആളുകളെ പേടിക്കാനുണ്ട്. ആരാണ് ഈ പേടിക്കേണ്ട ആളുകൾ? അവർ അസംബ്ലിയിലേക്കും പാർലമെൻറ്റിലേക്കൊക്കെ പോകുന്ന മെമ്പർമാരാണ്. ആ മെമ്പർമാർ തട്ടിപ്പടച്ച് കൂട്ടിയുണ്ടാക്കിയ ഒരു രാഷ്ട്രീയ കക്ഷിയുണ്ട്. ആ രാഷ്ട്രീയ കക്ഷിയുടെ തണലിലാണ് ഇവർ ജീവിക്കുന്നത്. ഈ രാഷ്ട്രീയ കക്ഷിയുടെ ലക്ഷ്യമോ ഇവിടെ മുസ്ലിമീങ്ങളുടെ പൊതു പ്ലാറ്റ്ഫോം എന്നവർ അവകാശപ്പെടുന്നുവെങ്കിലും യഥാർത്ഥമായിരിക്കുന്ന ഇസ്ലാമിൻ്റെ സനാതന മൂല്യങ്ങൾ മുറുകെ പിടിച്ച് ജീവിക്കുന്ന സുന്നികളെ പാർശ്വവൽക്കരിച്ചുകൊണ്ട് ഒരു ഭാഗത്തേക്ക് മാറ്റി നിർത്തിക്കൊണ്ട് സുന്നത്ത് ജമാഅത്തിനെ എതിർക്കുന്നവർ ആരൊക്കെയുണ്ടോ ആ ആളുകളെ മുഴുവനും അവരൊപ്പം കൂട്ടി എന്നിട്ട് ഈ സുന്നത്ത് ജമാഅത്തിൻ്റെ പണ്ഡിതന്മാരെ പരിഹസിക്കുവാനും അവർ ലോകം തിരിയാത്തവരാണ്, അവർ വിദ്യാഭ്യാസമില്ലാത്തവരാണ്, അവർ പുരോഗതിക്കെതിരാണ് എന്നൊക്കെ ദുഷ്പ്രചരണം നടത്തി ആ പ്രചരണം നടത്തുന്നതിന് ആവശ്യമായിരിക്കുന്ന പിൻബലം ഈ രാഷ്ട്രീയ കക്ഷി നൽകുകയും ചെയ്യുന്നു. ഒറ്റ ഉദാഹരണം പറയട്ടെ. ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് എന്ന് പറഞ്ഞ കുട്ടശ്ശേരി, അയാൾ സ്ഥിരമായി മുസ്ലിം രാഷ്ട്രീയ കക്ഷിയുടെ പേരിൽ ഇറങ്ങുന്ന പത്രത്തിൽ അവർ സെക്കൻഡ് പേജിൽ ലേഖനം എഴുതാറുണ്ടായിരുന്നു. ആ ലേഖനം മുഴുവനും പരിശോധിച്ച് നോക്കിയാൽ സുന്നത്ത് ജമാഅത്തിൻ്റെ ആശയങ്ങളെയും ആദർശങ്ങളെയും വരികൾക്കിടയിൽ വിമർശിക്കാൻ വേണ്ടി മാത്രമായിരുന്നു. ചില ലേഖനങ്ങളിൽ മൊത്തത്തിൽ കാണുകയില്ല, പക്ഷേ വേണ്ടതുപോലെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് വായിച്ച് പഠിച്ചാൽ മഹാന്മാരായിരിക്കുന്ന ആലിമീങ്ങൾ അപകീർത്തിപ്പെടുത്താനും ആ ആലിമീങ്ങൾ വിഭാവനം ചെയ്യുന്ന സുന്നത്ത് ജമാഅത്താകുന്ന ആശയത്തെ ഉന്മൂലനം ചെയ്യാനുമായിരിക്കും ഈ മൗലവിയുടെ ലേഖനം. അതിനിവിടെ വളം വെച്ചു കൊടുക്കുന്നത് ആരാണ്? മുസ്ലിങ്ങളുടെ പേരിൽ പ്രവർത്തിക്കുന്ന ഈ രാഷ്ട്രീയ കക്ഷി.
അവർക്കറിയാത്തത് കൊണ്ടല്ല 95% ആളുകളും ഈ രാജ്യത്ത് സുന്നികളാണ്. വെറും 4-5% മാത്രം വരുന്ന ഈ മുബ്തദികൾക്ക് ഓശാന പാടുന്നതിനാണ് ഈ രാഷ്ട്രീയ കക്ഷികളുടെ എന്ത് പ്രവർത്തനങ്ങളുണ്ടെങ്കിലും അത് ദീനീ വിരുദ്ധമാകട്ടെ അല്ലാത്തതാകട്ടെ അതിനൊന്നും എതിർക്കാത്ത ഒരു സംഘടന ഇവിടെ ഉണ്ടായിരിക്കണം. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്താൽ ഞങ്ങളെ ചോദ്യം ചെയ്യാൻ പ്രഗത്ഭരായിരിക്കുന്ന ആലിമീങ്ങൾ അപ്പുറത്തുണ്ടെന്നുള്ള ഒരു തോന്നൽ അവർക്കുണ്ടായി. അതിനൊക്കെ തെളിവാണല്ലോ MES-ൽ നിന്നും മുസ്ലിമീങ്ങൾ വിട്ടുനിൽക്കണമെന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പാസാക്കിയപ്പോൾ സുന്നത്ത് ജമാഅത്തിനോടും ആലിമീങ്ങളോടും മഹബത്തുണ്ടായിരുന്ന കൂറുണ്ടായിരുന്ന ആലിമീങ്ങളെ ബഹുമാനിച്ചിരുന്ന മുസ്ലിം ലീഗിൻ്റെ നേതാവായിരുന്ന സയ്യിദ് അബ്ദുറഹ്മാൻ ഫഖീ തങ്ങളവറുകൾ MES-ൽ നിന്ന് മാറി നിൽക്കാൻ ലീഗ് മെമ്പർമാരെ ഉപദേശിച്ചത് ഗത്യന്തരമില്ലാതെ അവർ സ്വീകരിക്കേണ്ടി വന്നതും. എന്നിട്ട് അവർ ആ MES-ൽ നിന്ന് മാറി നിന്നിരുന്നു ഫഖീ തങ്ങളുടെ കാലം കഴിയുന്നത് വരെ. ശേഷം വന്ന പ്രസിഡന്റാകുന്ന പാണക്കാട് പൂക്കോയ തങ്ങളുടെ കാലം കഴിയുന്നവരെയും പിന്നീട് മറ്റു ചില ഗതിയിലേക്ക് ഈ രാഷ്ട്രീയ പാർട്ടി നീങ്ങാൻ തുടങ്ങി. അതിൻ്റെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട മർഹൂം സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളായ കാലത്താണ് ആ MES-നോടുള്ള വിലക്ക് മുസ്ലിം ലീഗ് നീക്കിയത്. അത് നീക്കിയിട്ടില്ലായിരുന്നുവെങ്കിൽ അങ്ങനെയുള്ളൊരു കക്ഷി ഇന്ന് ഈ ലോകത്ത് തന്നെ ഉണ്ടാകുമായിരുന്നില്ല. അപ്പം അവർക്ക് ഇസ്ലാമിനെ വികലമാക്കുന്ന ഈ പ്രസ്ഥാനത്തിന് വളം വെച്ചു കൊടുക്കണം അല്ലേ? അതുകൊണ്ടാണല്ലോ അതിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ഇവിടെ ലൈംഗിക സമത്വത്തിൻ്റെ പേരിലും സ്ത്രീകളുടെ പർദ്ദയുടെ പേരിലുമൊക്കെ അഴിഞ്ഞാടാൻ നോക്കിയല്ലോ. അവനക്ക് ഈ രാഷ്ട്രീയ കക്ഷിയുടെ പിൻബലമുണ്ടായിരുന്നു. മറ്റെല്ലാ മുസ്ലിങ്ങളുടെയും പിന്തുണയും അവർക്കുണ്ട്. പക്ഷേ ആലിമീങ്ങൾ സുന്നത്ത് ജമാഅത്തിൻ്റെ ആലിമീങ്ങൾ അഥവാ ചേളാരികളല്ല, സുന്നത്ത് ജമാഅത്ത് യഥാർത്ഥമായി ഇവിടെ നിലനിർത്താൻ പരിശ്രമിക്കുന്ന ഈസുൽ ഉലമയുടെയും ഖമറുൽ ഉലമയുടെയും കൂടെയുള്ള ആലിമീങ്ങൾ അതിശക്തമായി അതിനെ എതിർത്തപ്പോൾ ഈ MES-ന്റെ പ്രസിഡന്റിൻ്റെ വൈദ്യർ ഗഫൂർ വൈദ്യർക്ക് മാളത്തിൽ ഒളിക്കേണ്ടി വന്നു. അല്ല, നേരത്തെ ഉണ്ടായിരുന്ന ഞാൻ പറഞ്ഞ ഈ പുസ്തകം സലാം പറയുന്ന പാഠം ഉൾക്കൊള്ളുന്ന പേജ് അത് കീറി സമസ്തയുടെ ഓഫീസിലേക്ക് അയച്ചു കൊടുത്തിട്ട് അതിന് അനുകൂലമായൊരു നിലപാടായിരുന്നു സ്വീകരിച്ചിരുന്നതെങ്കിൽ ഇന്ന് ഈ ഫസൽ ഗഫൂറിൻ്റെ ഈ അഭിപ്രായങ്ങൾക്ക് മറുപടി പറയാൻ ഒരു പണ്ഡിതനും നമ്മുടെ ഈ കേരളത്തിൽ ഉണ്ടാകുമായിരുന്നില്ല. എന്തിനാണ് സമസ്ത എന്ന് നാം മനസ്സിലാക്കണം. അതാണ് സമസ്ത എന്ത് എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ മഹാനായ കാന്തപുരം ഉസ്താദിൻ്റെ ദീർഘദൃഷ്ടിയുള്ള ആ പ്രവർത്തനം കാരണം ഇങ്ങനെയുള്ളൊരു സെറ്റപ്പിലേക്ക് സമസ്തയാകുന്ന സംഘടനയെ നയിച്ചു കൊണ്ടുവരാൻ സാധിച്ചു. അപ്പം ഞങ്ങളാണ് സമസ്ത എന്ന് പറഞ്ഞ് പേരും പറഞ്ഞ് ആനപ്പുറത്തിരുന്ന തഴമ്പിൻ്റെ വണ്ണവും കാണിച്ച് പലരും അപ്പുറത്തുണ്ടെങ്കിൽ ഇസ്ലാമിനെതിരെ പലരും ഉറഞ്ഞു തുള്ളുമ്പോൾ അപ്പുറത്തുള്ള സമസ്തയുടെ ആളുകളും അതിൻ്റെ പിന്നിലുണ്ടെന്ന് പറയുന്ന അനുയായികളും ഏത് മാളത്തിലാണ് അന്നേരത്തെ അവർ പോയി ഒളിച്ചിരിക്കുന്നത്? ഒരാവശ്യം വരുന്ന സമയത്തല്ലേ ഇവരൊക്കെ ഇവിടെ രംഗത്ത് കാണേണ്ടത്? ഇപ്പോൾ ഈ ഇലക്ഷൻ കഴിഞ്ഞ് ഫലപ്രഖ്യാപനം നടത്തുന്നതിന് മുമ്പ് തന്നെ ദീർഘദൃഷ്ടിയുള്ള ആലിമീങ്ങളും നേതാക്കളും യോഗം ചേർന്നു. സാധാരണക്കാരായിരിക്കുന്ന ആളുകൾക്ക് പല നിലക്കുള്ള ആവേശമുള്ളവരുമുണ്ടാകും. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നിങ്ങൾ നിസ്കരിക്കുന്ന നിസ്കാരം, നിങ്ങൾ ഇതുവരെ നോറ്റ നോമ്പ്, നിങ്ങൾ ചെയ്ത ഹജ്ജ്, നിങ്ങൾ ചെയ്ത സൽക്കർമ്മങ്ങൾ അതൊന്നും നഷ്ടപ്പെടാതിരിക്കാൻ ആവശ്യമില്ലാത്തൊരാഹ്ലാദം പ്രകടനം നിങ്ങൾ നടത്തിപ്പോകരുതെന്ന് ഈ ആലിമീങ്ങൾ ഇവിടുത്തെ പൊതുജനങ്ങളെ വേണ്ട വിധം ഉത്ബോധിപ്പിച്ചപ്പോൾ മറുഭാഗത്തുണ്ടെന്ന് പറയുന്ന ആ സമസ്തയുടെ ഏതെങ്കിലും ഒരാലിമ് എവിടെയെങ്കിലും പറഞ്ഞോ? പറഞ്ഞില്ലെന്ന് മാത്രമല്ല, 19-ാം തീയതി ഏകദേശം 9 മണി 10 മണി രാവിലെ ഈ ഫലപ്രഖ്യാപനം വരാൻ തുടങ്ങിയപ്പോൾ തന്നെ ഇവരട്ടഹസിച്ച് ആഹ്ലാദിച്ച് ചാടി മതിച്ച് കുറേ ക്രിമിനലുകളായിരിക്കുന്ന ചെറുപ്പക്കാർ കൂടി എന്തൊക്കെയോ മുദ്രാവാക്യം വിളിക്കുമ്പോൾ ഈ തലപ്പത്തിരിക്കുന്ന നേതാക്കൾ ഇതിനെതിരെ ഒരക്ഷരമുണ്ടിയോ? ചേളാരിക്കാരുമുണ്ടിയോ?
മുസ്ലിം ഐക്യത്തിനാണ് ഞങ്ങൾ ഇവിടെ സ്ഥാപിച്ചതെന്ന് പറഞ്ഞ മുസ്ലിമീങ്ങളുടെ പൊതു പ്ലാറ്റ്ഫോമാണ് ഈ രാഷ്ട്രീയ കക്ഷി എന്ന് അവകാശപ്പെടുന്ന അതിൻ്റെ നേതാക്കൾ ഈ അണികളെ നിയന്ത്രിച്ചോ? അണികളോട് എന്തെങ്കിലും ഒരു ഉപദേശം നൽകിയോ? അങ്ങനെ ചെയ്യരുത് മക്കളെ, ഒരാളെയും നിങ്ങളങ്ങനെ ചെയ്യരുത്, ഒരാളെയും നിങ്ങളങ്ങനെ പറയരുത്. ആരെ വീട്ടിലേക്കും നിങ്ങൾ ഗുണ്ട് വലിച്ചെറിയരുത്, ആരെ വീട്ടിന് മുന്നിൽ നിങ്ങൾ പടക്കം പൊട്ടിക്കരുത്, അസഭ്യം പറയരുത്, ഒരു കലോത്സവമുണ്ടാക്കുന്ന ഒരു വാക്ക് പോലും പറയാൻ പാടില്ലെന്നല്ലേ ഇസ്ലാമിൻ്റെ നിയമം. എന്തുകൊണ്ടത് പാലിക്കാൻ ഇവർ തയ്യാറായില്ല? അതുകൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആശയവും ആദർശവുമുള്ള ഒരൊറ്റ പണ്ഡിതനും മറുഭാഗത്തില്ല എന്ന് ഇതിൻ്റെ തെളിവാണ്. ഇനി ഇന്നലെ തെരഞ്ഞെടുത്ത അതിൻ്റെ പ്രസിഡന്റ്, അവരുടെ വാക്ക് നമ്മൾക്ക് കേൾക്കാം വരുന്ന ദിവസങ്ങളിൽ. അവർ പറയുന്നുണ്ടോ നോക്കാം. പക്ഷേ പറയാൻ കഴിയില്ല. ഏത് പ്രസിഡന്റിനെ അവർ തിരഞ്ഞെടുത്താലും അല്ലേ, ഒരു വന്യവയോധികനാണ് ബഹുമാനപ്പെട്ട കുമരംപുത്തൂർ എ.പി. മുഹമ്മദ് മുസ്ലിയാർ. അദ്ദേഹത്തെ അവർ പ്രസിഡന്റാക്കിയിട്ടുണ്ട്. നമ്മൾ അതിനെയൊന്നും കുറച്ച് കാണുന്നില്ല. പക്ഷേ അദ്ദേഹത്തിന് ഒരു നയം അത് പറയാനും പ്രഖ്യാപിക്കുവാനും ഇവർ സമ്മതിക്കില്ല. അവിടെ കൂടത്തായിയും അമ്പലക്കടവും സമത് പൂക്കോട്ടോടു കൂടി തീരുമാനിക്കും. എന്നിട്ട് അവർ പ്രഖ്യാപിക്കും. ആ പ്രഖ്യാപിക്കുന്നതിനെ ഈ പണ്ഡിതനായ എ.പി. മുഹമ്മദ് മുസ്ലിയാർ കുമരംപുത്തൂർ മഹാനവറുകൾ അംഗീകരിക്കേണ്ടി വരും. അംഗീകരിക്കുന്നില്ലെങ്കിൽ അസ്ഹരി തങ്ങളുടെ ഗതി അവരുടെ പ്രസിഡന്റിന് വരും. മറ്റൊക്കെ സമയവിനാവാത്തവന. എന്താണ് മക്കളെ നിങ്ങൾ പറഞ്ഞത്? എന്താ നിങ്ങൾ പത്രത്തിൽ കൊടുത്തത്? എന്താ നിങ്ങൾ ജനങ്ങളോട് പറഞ്ഞത്? അതന്നെ നമ്മളത്. അങ്ങനെ ആയിക്കോട്ടെ, എന്നാൽ അതങ്ങനെ ആയിക്കോട്ടെ അല്ലേ. ഒരു കല്യാണ പന്തലിൽ പണ്ടൊരു കാരണവരെ ഒരു റോളുണ്ടായിരുന്നു. കാരണവർക്ക് കണ്ണൂർ ജില്ലയിലൊക്കെ കാരണവരെന്ന് പറയും, ഞങ്ങളുടെ നാട്ടിൽ അമ്മാമൻ എന്ന് പറയും. ഏതായിരുന്നാലും ആ കാരണവര് രാവിലെ വന്ന് ഇപ്പോൾ കല്യാണ പന്തൽ ഒക്കെ ഏകദേശം റെഡിയാണ്. ടേബിളൊക്കെ ഇവിടെ നോട്ടെ, കയ്യുകണ വെള്ളം അതവിടെ തന്നെ വന്നോട്ടെ, പ്ലേറ്റും ഗ്ലാസ്സും ഒക്കെ കൊടുന്ന് മറ്റോ അതവിടെ വെച്ചോട്ടെ. അങ്ങനെ ഈ വെച്ചതിനൊക്കെ ടേബിളും ചെയറും നിരത്തിയതിന് അങ്ങനെ ചോറ് വെക്കുന്ന ഒരു സ്ഥലത്തുണ്ട്, അവിടെ തന്നെ ചോറ് വെച്ചോട്ടെ. ഇങ്ങനെ ഈ ചെയ്തതിനൊക്കെ അംഗീകാരം കൊടുക്കുന്ന ഒരു കാരണവർ. കാരണം അല്ലാതെ കാരണവർക്ക് അവിടെ വോയിസ് ഇല്ല, മരുമക്കൾക്കാണ് സ്ഥാനം. അപ്പോൾ അത് പറയുമെന്നാണ് നമ്മളെല്ലാം കൂടിക്കൊടുക്കുക, നമുക്കുള്ള മാനം കാക്കുക, അതാണ്. അതുപോലെ ഈ അവരുടെ സമസ്തയുടെ നേതാക്കളാകുന്ന ഈ ഇടയ്ക്ക് അന്തരിച്ചു പോയ കോയക്കുട്ടി മുസ്ലിയാരും അതിൻ്റെ മുമ്പ് അന്തരിച്ച ബഹുമാനപ്പെട്ട കാളമ്പാടി മുഹമ്മദ് മുസ്ലിയാരും ഈ കൂടത്തായി കീടത്തായി പോലെയുള്ളവരുടെ അഭിപ്രായത്തിലൊരു മേലൊപ്പ് വെക്കുന്നവരായിരുന്നു. അവരെന്താ പറയുന്നത്? അത് തന്നെ അവരിങ്ങനെ പറഞ്ഞോളില്ലേ. ചെറുശ്ശേരി ജൈനുദ്ദീൻ മുസ്ലിയായ പ്രസംഗം നമ്മൾ കേട്ടില്ലേ, എനിക്ക് അവർ അനുവദിച്ചത് 20 മിനിറ്റാണ്, അല്ലെങ്കിൽ എനിക്ക് 10 മിനിറ്റാണ്. ആരാ പറയുന്നത്? അവരുടെ ഏറ്റവും വലിയ ആധികാരിക സംഘടനയാകുന്ന മതസംഘടനയാകുന്ന സമസ്ത എന്ന് പറയുന്ന സംഘടനയുടെ ഏറ്റവും വലിയ ഉന്നത സ്ഥാനത്തിരിക്കുന്ന അതിൻ്റെ ജനറൽ സെക്രട്ടറി പറയുന്നു, ഞാനിവിടെ എഴുന്നേറ്റ് നിന്നപ്പോൾ എനിക്ക് പ്രസംഗിക്കാൻ അനുവാദം തന്നത് 10 മിനിറ്റാണ്, അല്ലെങ്കിൽ 20 മിനിറ്റാണ്. ഈ 20 മിനിറ്റോട് ഞാൻ എന്തൊക്കെ പറയാ? പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അതുകൊണ്ട് കാന്തപുരത്തിൻ്റെ കൂടെ നിങ്ങളാരും കൂടണ്ട, കാന്തപുരം പറയണ നിങ്ങളാരും കേൾക്കണ്ട. കാന്തപുരം കൊണ്ടതൊക്കെ കരിഞ്ഞു പോകും, വേണ്ടി വന്നാൽ സാമാനവും കരിഞ്ഞു പോകും എന്തൊക്കെ ആൾ പറഞ്ഞ് അപ്പോഴത്തിന് 20 മിനിറ്റ് പൂർത്തിയാകുമ്പോൾ അസംബ്ലിയിലൊക്കെ വെല്ലടിക്കുന്ന പോലെ ഇപ്പുറത്തുനിന്ന് സമത് പൂക്കോട്ടൂരോ അല്ലെങ്കിൽ കൂടത്തായിയോ അല്ലെങ്കിൽ അമ്പലക്കടവോ ഒരു ബെല്ലടിക്കും. ബെല്ലിന് പകരം കുപ്പായത്തിൻ്റെ പിൻഭാഗത്ത് നിന്ന് പിടിച്ചു വലിക്കും. അപ്പം എൻ്റെ സമയം കഴിഞ്ഞു, ഞാൻ നിർത്തുന്നു. ഞാൻ ഇത് പറയുന്നത് വെറുതെ അല്ല, അവർ തന്നെ പരസ്യമായിട്ട് പറഞ്ഞതാ. അപ്പോൾ അസംബ്ലിയിലൊക്കെ ഉള്ള സമയം പോലെ ഞാൻ നന്ദി ദാറുസ്സലാമിൽ അറബി കോളേജിൽ ജോലി ചെയ്യുന്ന സമയത്ത് അപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ആ കോളേജ് ഉൾക്കൊള്ളുന്ന മണ്ഡലം അന്ന് കൊയിലാണ്ടി മണ്ഡലത്തിൽ ഒരു സ്ഥാനം നിന്നിരുന്നു. കുട്ടിയാരി എന്നാണ് അയാളെ പേര്. കുട്ടിയാരി. അയാളെ ഇനീഷ്യൽ മണിമംഗലത്ത് നിന്നാണ്. അങ്ങനെ തെരഞ്ഞെടുപ്പിനൊന്നും അയാൾ ജയിച്ചു, കോൺഗ്രസ്സുകാരനാണ്. അങ്ങനെ അസംബ്ലി തുടങ്ങി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇയാൾ പ്രസംഗിക്കുകയാണ്. അപ്പോൾ പിറ്റേ ദിവസം നമ്മൾ പേപ്പറിൽ വായിക്കുക, മണിമംഗലത്ത് കുട്ടിയാൽ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ അസംബ്ലി നിർത്താനുള്ള മണി മുഴങ്ങി.
അപ്പോൾ അയാൾ ഇലീശ്വർ മണിമംഗലത്തായതുകൊണ്ട് പത്രക്കാരങ്ങനെ കൊടുത്ത ഓലമണി അങ്ങനെയാണല്ലോ. അപ്പം അത് മണി മുടങ്ങുന്നത് പോലെ ഈ അപ്പുറത്തുള്ള സംസ്ഥയുടെ നേതാക്കൾക്ക് സ്വതന്ത്രമായി ഒന്നും പറയാൻ ഒരവകാശവുമില്ല അല്ലേ. വാല് തലയെ നിയന്ത്രിക്കുന്നു. നേരെ മറിച്ച് ഇപ്പുറത്താണെങ്കിലോ മഹാനായ ഈ ഉലമ സുലൈമാൻ ഉസ്താദ് 1 മണിക്കൂറാണ് പ്രസംഗിക്കുന്നത്, 1 മണിക്കൂർ. അത് 2 മണിക്കൂറാണെങ്കിൽ അങ്ങനെ അല്ല. ബഹുമാനപ്പെട്ട ഇപ്പോൾ ക്ഷീണോ കാര്യമൊക്കെ ഉണ്ടായിട്ട് കാര്യമായിട്ടൊന്ന് പറയാനുമില്ലെങ്കിൽ ചിലപ്പോൾ 20ഓ 25ഓ അരമണിക്കൂറോ കൊണ്ട് നിർത്തും. ആരും നിയന്ത്രിക്കലില്ല. കാന്തപുരം ഉസ്താദിൻ്റെ പ്രസംഗം ആരും നിയന്ത്രിക്കലില്ല. കാരണം അവർ ഈ സമുദായത്തെ, ഈ സമൂഹത്തെ, ഈ സംഘടനയെ ഇങ്ങോട്ട് നയിക്കുകയാണ്, മറ്റുള്ളവരോ അങ്ങോട്ട് നയിക്കുകയാണ്. അതുകൊണ്ടാണ് അവരുടെ സമസ്തയ്ക്ക് ഒരു പ്രസക്തിയും ഇല്ലാത്തത്, ആരും അത് ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നത്. അപ്പം എന്താണ് സമസ്തയുടെ ലക്ഷ്യം നമ്മൾ മനസ്സിലാക്കിയില്ലേ? ഈ സമസ്ത ഇവിടെ പ്രവർത്തിക്കുന്നത് ഇവിടെയുള്ള സുന്നത്ത് ജമാഅത്തിൻ്റെ വളർച്ചക്കും അതിൻ്റെ ഉയർച്ചക്കും അതിനെതിരെ വരുന്ന ആളുകളുടെ ഏതൊക്കെ കുതന്ത്രങ്ങളുണ്ടോ അത് മുഴുവനും നുള്ളിക്കളഞ്ഞ് പരാജയപ്പെടുത്താൻ വേണ്ടിയാണ്. എന്നിട്ട് മുസ്ലിമീങ്ങളെയൊക്കെ സ്വർഗത്തിലേക്ക് വഴി നടത്താനാണ് സമസ്ത എന്ന സംഘടന ഇവിടെ രൂപീകരിച്ച് പ്രവർത്തിക്കുന്നത് എന്ന് പ്രിയമുള്ള സഹോദരന്മാരെ നാം മനസ്സിലാക്കുകയും ഏതാണ് സമസ്ത എന്ന് ഒന്നുകൂടി നമുക്ക് മനസ്സിലാക്കാനുണ്ട്. ഇൻഷാ അള്ളാഹ് തുടർന്നുള്ള ദിവസങ്ങളിൽ ക്ലാസ്സുകളിൽ നമുക്കത് തുടർന്ന് ചർച്ച ചെയ്യാം. ഇന്ന് ഒരു 3 ക്ലിപ്പോടുകൂടി നമ്മൾ ഈ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. മറ്റു ചില കാര്യങ്ങളുള്ളതിൻ്റെ പേരിലും നിങ്ങളൊക്കെ ദുആ ചെയ്യണമെന്ന് നിങ്ങളോട് വസിയ്യത്ത് ചെയ്തുകൊണ്ട് ആഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കരുതെന്ന് ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി